Good morning, dear students. So, കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ ഇലക്ട്രോൺസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. അതായത് ആറ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സെൻട്രൽ കോറിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രോൺസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് ആറ്റോമിക് ന്യൂക്ലിയസിലേക്ക് പോവാം. സോ മെറ്റീരിയൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അറ്റോമിക് ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത് 1911 ബൈ റുദർഫോർഡ്. സോ അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, റുദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ്. അതിലൂടെയാണ് അറ്റോമിക് ന്യൂക്ലിയസിനെ ഡിസ്കവർ ചെയ്തത്. ഇനി ആറ്റത്തിൻ്റെ കേസിൽ ഒരു വെരി സ്മോൾ ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ സൈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻14 മീറ്റർ. ഇനി നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ച് പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ കോമ്പോസിഷൻ എന്താണ് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പം ന്യൂക്ലിയൈ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് elementary particles called protons and neutrons. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നാണ് ഒരു ന്യൂക്ലിയസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രോട്ടോൺ നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. സോ അതുകൊണ്ടാണ് ആറ്റം ആസ് എ ഹോൾ ന്യൂട്രലായിട്ട് ഇരിക്കുന്നത്. ന്യൂട്രോൺ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പം ഇലക്ട്രിക്കലി ന്യൂട്രലായിട്ടുള്ള ന്യൂട്രോണും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ചേർന്നിട്ടാണ് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോൺസ് ആർ നത്തിങ് ബട്ട് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗെദർ കോൾഡ് ന്യൂക്ലിയോൺസ്. All atomic nuclei are made up of elementary particles called protons and neutrons. Proton a positive charge of magnitude same as that of electron. A neutron is electrically neutral. So proton and neutron together are called nucleons. ഇനി സാധാരണ എങ്ങനെയാണ് ഒരു ന്യൂക്ലിയസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ന്യൂക്ലിയസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പൽ ZXA എന്നാണ്. അതിൽ Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ നമുക്കറിയാം, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആയിരിക്കും. അതാണ് അറ്റോമിക് നമ്പർ Z കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. X എന്ന് പറയുന്നത് ഏത് കെമിക്കൽ സ്പീഷീസാണോ അതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. A എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. ആൻഡ് ദ മാസ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗെദർ ഈസ് കോൾഡ് ദി മാസ് നമ്പർ. സോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ZXA അറിയാമെങ്കിൽ അതിൽ നിന്ന് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനായിട്ട് അറ്റോമിക് നമ്പർ വിച്ച് ഈസ് ദ സം ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, അതിൽ നിന്ന് Z ഈസ് നത്തിങ് ബട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അത് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി ഒരു എക്സാമ്പിൾ കാണാം. 17Cl35. ഇതിൽ 17 എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അറ്റോമിക് നമ്പറാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് protons or number of electrons. 35 is the mass number and Cl stands for the chlorine nucleus. സോ ക്ലോറിൻ്റെ അബ്രീവിയേഷൻ ആണ് Cl ആയിട്ട്, ക്ലോറിൻ്റെ സിമ്പിളാണ് Cl എന്ന് പറയുന്നത്. അത് ആണ് ഇവിടെ വരുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് ന്യൂട്രോൺസ് N is equal to A minus Z is equal to 35 minus 17 equal to 18. അടുത്ത 4 beryllium 7, Z is equal to 4, A equal to 7, N equal to A minus Z equal to 7 minus 4 equal to 3. 3 lithium 7, Z equal to 3, A equal to 7, N equal to 7 minus 3 equal to 4. So ഇതാണ് മെയിൻലി ന്യൂക്ലിയസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ. ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ന്യൂക്ലിയനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. വിൽ സീ സം ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയൈ. So nuclei of different elements are classified in accordance with the number of protons, neutrons and mass number. ഇനി അതിൽ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറാണ് ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഫോർ എക്സാമ്പിൾ സിലിക്കണിൻ്റെ ഐസോട്ടോപ്സ് പറയുകയാണെങ്കിൽ 14 സിലിക്കൺ 28, 14 സിലിക്കൺ 29, 14 സിലിക്കൺ 32. കാർബണിൻ്റെ ഐസോട്ടോപ്സ് ആണ് 6 കാർബൺ 11, 12, 13, 14. ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ Z റിമെയിൻസ് ദ സെയിം ബട്ട് ദി മാസ് നമ്പർ ഈസ് ഡിഫറെൻറ്റ്. അതായത് ഒരേ എലമെൻറ്റ് തന്നെയായിരിക്കും, ബിക്കോസ് Z ആണ് ഒരു എലമെൻറ്റിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അതിൻ്റെ മാസ് നമ്പറിലായിരിക്കും വേരിയേഷൻ വരുന്നത്. അതിനെയാണ് നമ്മൾ ഐസോട്ടോപ്പ് എന്ന് വിളിക്കുന്നത്. പിന്നെയുള്ളത് ഐസോബാർ ആണ്.
Isobar എന്ന് പറഞ്ഞാൽ സെയിം മാസ് നമ്പർ ആണ് ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ഇസഡ് ആർ കോൾഡ് ഐസോബാർസ്. ഇവിടെ 8 ഓക്സിജൻ 16, ഇവിടെ ഇസഡ് 8 ആണ്, മാസ് നമ്പർ 16 ആണ്. Again atomic number is 7 but mass number is 16. This is nitrogen 7 and 16, 8 or 16. So both are having the same atomic number but different so both are having the same atomic number but different different number of protons. So this is in all these case A equal to 60. ഇനി ഐസോടോപ്പിൻ്റെ കേസിൽ ന്യൂക്ലിയർ വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആർ കോൾഡ് ഐസോട്ടോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 6 കാർബൺ 14 7 and 15. ഇതിൻ്റെ 14 മൈനസ് 6 ഈസ് ഈക്വൽ ടു 8, 15 മൈനസ് 7 ഈക്വൽ ടു 8, 16 മൈനസ് 8 ഈക്വൽ ടു 8. So all these are having the same number of neutrons. So such nuclei are called isotons. ഇനി മിറർ ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയൈ ഹാവിങ് സെയിം മാസ് നമ്പർ എ ബട്ട് വിത്ത് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ നമ്പർ ഇൻ്റർചേഞ്ച്ഡ് ആർ കോൾഡ് മിറർ ന്യൂക്ലിയൈ. ഫോർ എക്സാമ്പിൾ 4 ബെറിലിയം 7. ഇതിൻ്റെ കേസിൽ ഇസഡ് ഈക്വൽ ടു 4, എൻ ഈക്വൽ ടു 3. 3 ലിഥിയം 7. ഇതിൻ്റെ കേസിൽ ഇസഡ് ഈക്വൽ ടു 3 ആണ് ആൻഡ് എൻ ഈക്വൽ ടു 4 ആണ്. സോ ദാറ്റ് മീൻസ് ഇസഡും എന്നും കൂടെ രണ്ടിൻ്റെയും കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇസഡ് 4 ആയിരുന്ന സ്ഥാനത്ത് ഇവിടെ എൻ ആണ് 4, എൻ 3 ആയിരുന്നപ്പോൾ ഇവിടെ ഇസഡ് 3. സോ സച്ച് ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ ആർ കോൾഡ് മിറർ ന്യൂക്ലിയൈ. അടുത്ത ഐസോമേഴ്സ്, ന്യൂക്ലിയൈ ഹാവിങ് ദ സെയിം ഓർ ആറ്റം വിച്ച് ആർ ഹാവിങ് ദ സെയിം ഇസഡ് സെയിം എ but differ in their nuclear energy states and then exhibits different structural properties. That is known as isomers. For example, propanol ആണ്. അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. C3H8O or C3H7OH. Both represents the same but only the internal structure is different in both cases. So these are the different classification. So we have isotopes, isobar, isotons, mirror nuclei and isomers. Now we'll go for the measurement of atomic mass. സോ ആറ്റത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. ഇലക്ട്രോൺ ഈസ് സർക്കുലേറ്റിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് ബോത്ത് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ന്യൂട്രോൺ ഈസ് ന്യൂട്രൽ, പ്രോട്ടോൺ ഈസ് ഹാവിങ് എ ചാർജ് പ്ലസ് ആൻഡ് ഇലക്ട്രോൺ ഈസ് ഹാവിങ് എ മൈനസ് ചാർജ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബട്ട് their charges are different. Magnitude of charge is also the same for both. Now mass of proton 1.6726 into 10 raised to minus 27 kilogram and mass of neutron 1.6749 into 10 raised to minus 27 kilogram and mass of electron 9.109 into 10 raised to minus 31 kilogram. സോ ഇത് നമുക്ക് മാസിനെ നമ്മളിവിടെ കിലോഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. പ്രോട്ടോണിൻ്റെ മാസ്, ന്യൂട്രോണിൻ്റെ മാസ്, ഇലക്ട്രോണിൻ്റെ മാസ്. പക്ഷേ സാധാരണ ന്യൂക്ലിയസിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ വേറൊരു യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത് മാസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അതിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അറ്റോമിക് മാസ് യൂണിറ്റ് സാധാരണ ഡിഫൈൻ ചെയ്യുന്നത് 6 കാർബൺ 12ൻ്റെ മായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ സാധാരണ അറ്റോമിക് മാസ് ഓഫ് 6 കാർബൺ 12 ഈസ് ഡിഫൈൻഡ് ആസ് എക്സാക്ട്ലി ഈക്വൽ ടു 12U. ഓർ നമുക്ക് 1/1 AMUനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ 1 AMU ഈസ് നത്തിങ് ബട്ട് 1/12 ദ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് 6 കാർബൺ 12 ഐസോട്ടോപ്പ് and its value is given by 1 atomic mass unit is equal to 1.66 into 10 raised to minus 27 kilogram. So this expresses the relation between atomic mass unit and the mass expressed in kilogram. But whenever you want to convert the mass expressed in kilogram in terms of atomic mass unit, you have to use this relation. So try to by heart this relation. So in terms of atomic mass unit നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 1 അറ്റോമിക് മാസ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1 കിലോഗ്രാം ഈസ് നത്തിങ് ബട്ട് 1/1.66 into 10 raised to minus 27. അപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയ കിലോഗ്രാമിലുള്ള മാസിനെ 1.66 into 10 raised to minus 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ we will get the mass of an electron in terms of atomic mass unit. Similarly, you can do the calculation for proton and for the neutron.
ഇനി നമ്മൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനിലേക്ക് വരികയാണ്. അടുത്തത് സാധാരണ നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുമെങ്കിലും ന്യൂക്ലിയസിൻ്റെ കേസിൽ വരുമ്പോഴേക്കും അറ്റോമിക് മാസിനും എനർജിയും തമ്മിലുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സാധാരണ മാസിനെ പറയുമ്പോൾ നമ്മൾ എനർജിയുടെ യൂണിറ്റിലാണ് മാസിനെ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. സോ ഇതൊരു ഐൻസ്റ്റൈൻ്റെ ഒരു ഇൻവെൻഷനാണ്. ഐൻസ്റ്റൈൻ പറയുന്നത് മാസും എനർജിയും ഇക്വലൻ്റ് ആണ്. സോ മാസ് എനർജി ഇക്വലൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഐൻസ്റ്റൈൻ യൂസ് ചെയ്ത ഇക്വേഷനാണ് E=mc². എം എന്ന് പറയുന്നത് മാസ്സാണ്, സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദാറ്റ് ഈസ് ഹാവിങ് എ വാല്യൂ 3 × 10⁸ m/s. ഇനി ഇതുപയോഗിച്ച് നമുക്ക് 1 AMUവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു 1 AMU യൂഷ്വലി 1 U is nothing but 1.66 × 10⁻27 kilogram. So now mass energy equivalence യൂസ് ചെയ്യുന്ന റിലേഷൻ E=mc². അപ്പോൾ എം എന്ന് പറയുന്നത് സ്ഥാനത്ത് യു ഹാവ് ടു പുട്ട് 1.66 × 10⁻27 into 3 × 10 velocity. ഇവിടെ please correct it as 3 × 10⁸ m/s. Square is not there. So velocity 3 × 10⁸ the whole square. So if you multiply this, you will get 1.49 × 10⁻10 joule. സാധാരണ നമ്മൾ എനർജി എക്സ്പ്രസ് ചെയ്യുന്ന SI യൂണിറ്റ് ജൂൾ ആണെങ്കിലും വേറൊരു കൺവീനിയൻറ്റ് യൂണിറ്റിലാണ് ഇലക്ട്രോൺസിൻ്റെ എനർജി നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇലക്ട്രോൺ വോൾട്ട്. സോ ദ റിലേഷൻ ബിറ്റ്വീൻ ജൂൾ ആൻഡ് ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദാറ്റ് 1 joule is equal to 1/1.6 × 10⁻19 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്ക് ഈ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 1.49 × 10⁻10 ജൂൾ ആയിരുന്നു. അതിനെ 1.6 × 10⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 0.93125 × 10⁻9 ഇലക്ട്രോൺ വോൾട്ട്. സോ അതിൽ 10⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് 931.25 × 10⁻6 ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ്സ് ഈക്വൽ ടു 931.25 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. സോ 1 അറ്റോമിക് മാസ് യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഈസ് നത്തിങ് ബട്ട് 931.25 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. So remember this relation, that is the energy mass relation. From the energy mass relation we have obtained the energy corresponding to 1 atomic mass unit. It's nothing but 931 mega electron volt. So hope you understood.